നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണസദ്യയിലെ മധുരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. പൈനാപ്പിൾ കൊണ്ടാണ് ഞാൻ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര്, 1 കപ്പ് മുന്തിരി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് ചതച്ചത്, അതുപോലെ 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ 4-5 വറ്റൽമുളക്. ആദ്യം തന്നെ നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ 1 പച്ചമുളകും അതുപോലെ തന്നെ 3 കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഓണാക്കി അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിടാൻ മറന്നു പോകരുത്. പൈനാപ്പിള് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേപ്സ് നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ. തൈര് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കാൻ അനുവദിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സ്റ്റേജിൽ ഉപ്പൊന്ന് നോക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. പച്ചടിക്ക് ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.